ഹലോ ഗായ്സ്, വെൽക്കം ടു ഓണം വ്ളോഗ്. ഇത് തിരുവോണ ദിനാണ്. കുളിച്ചു വന്നു. പുറത്ത് നല്ല മഴ, തീരെ ഒരു സുഖമില്ല. എനിക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഇതുവരെ മഴയാണ്, ഇരുണ്ട കാലാവസ്ഥയൊക്കെ ആയിട്ട് എന്തോ ഒരു സുഖമില്ല. ഇനിയിപ്പോ ഒന്ന് വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി പൂക്കളൊക്കെ പറിച്ച് ചെറുതായിട്ട് ഒരു കോർണർ ഡെക്കറേറ്റ് ചെയ്യണം. എന്നിട്ട് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അല്ലാണ്ട് ഓണം എന്ന് പറഞ്ഞ് അങ്ങനെ സെലിബ്രേഷൻ കൈൻഡ് ഓഫ് സംഭവമൊന്നും ഇല്ല. ഇവിടെ മാത്രം എന്തോ ഒരു റെഡ് കളർ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്കറേറ്റ് ചെയ്യാൻ പുറത്ത് പൂവുണ്ട്, അത് പറിക്കണം. എന്നിട്ട് ഒരു ഫ്ലവർ വേസിൽ ഇട്ട് വെക്കണം. മിറർ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു കോർണർ ഡെക്കറേറ്റ് ചെയ്യണം. ഇത് ഇന്നലെ രാത്രി ഇട്ടതാ. ഇന്നലെ രാത്രി എന്തിനാന്ന് വെച്ചാൽ അറിയൂല, ഒരു സുഖം. ഇത് താമരയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ കുഴപ്പമില്ല, താമര പോലെ ഇല്ല. ബട്ട് സ്റ്റിൽ ദൂരെന്ന് കുഴപ്പമില്ല. കണ്ടോ, ഇപ്പൊ നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട്. പക്ഷെ നേരത്തെ ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഈ ഫ്ലവർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് ഇൻസ്പോസ് ഒക്കെ ഇവിടെ കാണിച്ചു തരാം. ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഈ വ്ളോഗ് ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതാ ഈ ഒരു ഏരിയ സെറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ അങ്ങനെ മിറർ വെക്കണം. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ തൂക്കാം. ഇപ്പൊ കാണിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ അടുക്കളയിൽ നിന്ന് ഒക്കെ ആയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇത് പഴയതെന്ന് പറയുമ്പോൾ ഇവിടെ പണ്ട് തറവാട്ടിലെങ്ങാനുള്ള സാധനം, ഇതിൽ അരിയോ എന്തോ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് എടുത്തു കൊണ്ടുവന്നതാണ്. പിന്നെന്താ, ഈ സൈഡിലായിട്ട് ഞാൻ ഇതുവരെ ഒന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിക്കാൻ കാരണം പുറത്ത് മൊത്തത്തിൽ ഇരുടാവുമ്പം ഫോട്ടോസ് ഒന്നും രസം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കിട്ടി. ഇനി നമുക്ക് വാഴേന്റെ ഇല പറിക്കാം. ഐ ഹാവ് എ വിഷൻ. ഒന്നുമില്ല, ഇങ്ങോട്ടേക്ക് വാഴയില്ല. ഇവിടാണ് വാഴ ഉള്ളത്. ഇവിടെയാണ് വാഴേന്റെ ഇല ഉള്ളത്. പക്ഷെ ഇതിപ്പോ എങ്ങനെയാ പറിക്കുക? അത് മതിയോ? എനിക്ക് എത്തുന്ന വാഴേന്റെ ഇല ചെലന്തി വരയിൽ ചെറുതായിട്ട് കുടുങ്ങിപ്പോയത്. ഇനിയിപ്പോ അത് മാറ്റിയിട്ട് വേണം അങ്ങോട്ട് പോവാന്. പച്ചപ്പ്. ദിസ് ഈസ് വാഴ 1. ഇതെടുക്കാം. ഇവിടുന്ന് ഞാനിപ്പോ ഈ വാഴ പറിച്ചാല് ചോറ് തിന്നുമ്പോ വാഴേന്റെ ഇല ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം കീറിപ്പോയ ഇലയാ. എല്ലാത്തിനൊരു വെട്ടുണ്ട്. ഇവിടെ ഇത്ര വാഴയുള്ളൂ. ആ സൈഡിൽ കുറെ വാഴ ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടിക്കളഞ്ഞു. വേണ്ട സമയത്ത് ഒന്നും കാണില്ല. എല്ലാം വെട്ട് വന്ന ഇലയാ. എല്ലാം ഞാൻ കുഞ്ഞു വാഴേന്റെ ഇലയും പറിച്ചാ പോകുന്നത്. ഇതിനെ കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോന്ന് എനിക്ക് ഇപ്പോഴും അറിയൂല. ഫ്ലവർ വരയ്ക്കാം. ഞാൻ ഈ ഫ്ലവറും ഈ ഇലയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഈ ഇല കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് വാഴേന്റെ ഇല ഇല്ലെങ്കിലും ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഒരു വാളിലായിട്ട് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഈ ഗാർലൻഡ്സ്, ഈ ഒരു വാളിലായിട്ട് നമുക്ക് ഗാർലൻഡ്സ് തൂക്കിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ ഫ്രഷ് വേണോ? ഫ്രഷ് ഇപ്പോൾ നൂലൊക്കെ എടുത്ത് നമുക്ക് ഓർക്കണം. അത് 2 വെച്ചാൽ നല്ല രസം ഉണ്ടാവുമായിരിക്കും. പിന്നെ ഉരുളിയിൽ കുറച്ച് ഫ്ലവേഴ്സ് എടുത്ത് വെക്കണം. ഞാൻ ചെറുതായിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ട് റീൽസ് സ്ക്രോൾ ചെയ്തിരുന്നു. ഇപ്പൊ സമയം 12:30. ഞാൻ എപ്പോഴാണ് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കുക? ഐഡിയ എൻ്റെതായി പോയില്ലേ. ഇന്നലെ എല്ലാം ചെയ്ത് വെച്ചാൽ മതി. ഇന്നലെ ഒരു മൂഡില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചൊന്നും വേണ്ടാന്ന്. ഇന്നായപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന്.
മിറർ എടുത്തിട്ട് ഫസ്റ്റ് ഇവിടെ കൊണ്ടുവെക്കാം, അല്ലെങ്കിൽ ബാക്കിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് മിറർ എടുത്ത് കൊണ്ടുവെക്കണോ? ഫുൾ കൺഫ്യൂഷൻ. ഫൈനലി ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഞാനിത് പോസ്റ്റ് ചെയ്യുന്നു, ബട്ട് സ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യാതെ പോസ്റ്റ് ചെയ്യാൻ തോന്നിയാലോ. ഇതൊക്കെ സെറ്റ് ചെയ്തിപ്പോൾ വൈകുന്നേരം 1 മണിയായി. ഇനിയിപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും മേ ബി 2 മണിയാകുമായിരിക്കും. പിന്നെ ഫുഡ് കഴിച്ച് ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്, അല്ലെങ്കിൽ ഇന്നലെ സെറ്റ് ചെയ്യുന്നു. ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഇന്നായപ്പോൾ ഞാൻ വിരിച്ച് ചെയ്യാന്ന്. ഇനി ഒന്നുകൂടെ കുളിക്കേണ്ടി വരും. ഇതാണ് ഗൈസ് എൻ്റെ ലുക്ക്. വളരെ പെട്ടെന്നായിരുന്നു, ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. വീഡിയോ കൂടെ എടുക്കാൻ നിന്നാൽ ചിലപ്പം ഒന്നും നടക്കൂല. മുടിയൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടും കൂടെ അല്ല. പിന്നെന്താ, സെയിം ലുക്ക്, കുറച്ച് സമയം എടുത്ത് ചെയ്തു. ഞാൻ വിഷുവിന് ഇട്ട സെയിം കമ്മലായി, കാരണം ഇതിന് മാച്ചായി പോകുന്നുണ്ട്. ആൻഡ് ഇത് അമ്മേൻ്റെ സാരിയാണ്. ഈ സാരി ഇടണം എന്നല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ മറ്റേ സെറ്റ് സാരി ഇടാം, അല്ലെങ്കിൽ കേരള സാരി ഇടാന്നാണ് വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ വിരിച്ചു ഇതിടാന്ന്. കാരണം എപ്പോഴും ഞാൻ സെറ്റ് സാരി, സെറ്റും മുണ്ട് ഇത് മാത്രമേ ഇടാറുള്ളൂ. പിന്നെ ആണെങ്കിൽ ബ്ലൗസും പുതിയതൊന്നും തയ്പ്പിച്ചിട്ടില്ല. അപ്പം പിന്നെ ഇതാകുമ്പം എന്തല്ലല്ലോ, അപ്പം പുതിയ പോലെ ഉണ്ടാവും. ആൻഡ് മാച്ചിങ് വളയുണ്ട്. ഇതാണ് അപ്പോൾ എൻ്റെ ലുക്ക്. കൊള്ളാം. ഇതിപ്പോൾ എന്താ ചെയ്യാൻ? ഇത്രയൊക്കെയാണ് എൻ്റെ ഓണം. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, പിന്നെന്താ ഡ്രസ്സൊക്കെ അയച്ചു വെക്കണം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ആൻഡ് ഈ ലുക്ക് കാണുമ്പോൾ ഭയങ്കര ആഘോഷമെന്ന് വിചാരിച്ചിരിക്കും ഞാൻ. പെട്ടെന്നാണെങ്കിലും ലുക്ക് കുഴപ്പമില്ല, പക്ഷെ എപ്പോഴും ഉള്ള പോലെ തന്നെ ഉണ്ട്. വെറൈറ്റി ആയിട്ടൊന്നും ചെയ്തില്ല. ഇപ്പം എന്തെങ്കിലും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടണം. അങ്ങനെ ഓണം കഴിഞ്ഞു. ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസ് എടുത്ത്, ഫോട്ടോസ് തീരെ എടുത്തിട്ടില്ല. പിന്നെന്താ, ഫുഡ് കഴിച്ച് വന്നു. ഫുഡ് കുറച്ച് ഓവറായി പോയിട്ടുണ്ട്. എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് അയച്ചു വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കാണും, ഇല്ലെങ്കിൽ കാണൂല. ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കാണുന്നില്ല, അടിപ്പോയി. ബട്ട് സ്റ്റിൽ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഇനി ഓണത്തിനെ പറ്റി പറയാനാണെങ്കിൽ അങ്ങനെ ഇവിടെ ഓണം എന്ന് പറഞ്ഞ് അത്രയ്ക്കും വലിയ ആഘോഷങ്ങളൊന്നും
അത്രയ്ക്കും വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാവാറില്ല. ലൈക്ക് എന്താ പറയാ, കുറെ ഓണക്കളികളും, ഓണം എന്ന് പറയുമ്പോൾ ആ ഒരു വൈബാണല്ലോ, അത്രയ്ക്കും വൈബൊന്നും ഇവിടെ ഉണ്ടാവാറില്ല. എല്ലാ ഓണത്തിനും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് നല്ല ഫുഡ് കഴിക്കും. സദ്യ സദ്യ അല്ലെങ്കിൽ ഇങ്ങനെ സദ്യയായാലും ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ നല്ലോണം എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കും. പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓണം വിഷു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു ഫെസ്റ്റീവ് വൈബ് ഉണ്ടാവും. ആ ഒരു വൈബ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ലാസ്റ്റ് എടുക്കും. അതൊക്കെ തന്നെയാണ് ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും ഉണ്ടാവാറ്. ഇപ്രാവശ്യം ഒന്നും വേണ്ടാന്ന് വിചാരിച്ചത്. അങ്ങനെ ഓണക്കോടി അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. കമ്മല്, അങ്ങനെ വള മാല അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. സാരി ആണെങ്കിലും വാങ്ങിച്ചിട്ടില്ല. സാധാരണ ഞാൻ ബ്ലൗസും സാരിയും വാങ്ങിക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു പിന്നെ റിഗ്രറ്റ് ഉണ്ടാവും ഇത് സാരി ബ്ലൗസ് ഒക്കെ വാങ്ങിച്ചാൽ, പിന്നെ ഞാൻ ഇടൂല. ആ ഒരു പൈസക്ക് ക്യാഷ്വലായിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചാൽ എനിക്ക് എപ്പോഴും ഇടാൻ പറ്റും. ഈ ബ്ലൗസ് സാരി ഒന്നും എന്തിനാന്ന് വിചാരിച്ചു. ഞാൻ ആകെ ഒറ്റ തവണ ഇത് ഇടുള്ളൂ, പിന്നെ ഞാൻ തീരെ ഇടൂല. അപ്പൊ പിന്നെ വെറുതെ എന്തിനാ. എനിക്കാണെങ്കിൽ അമ്മേന്റെ ബ്ലൗസും സാരിയും ഒക്കെ ഇവിടെ അത്യാവശ്യം, അമ്മ അധികം സാരി കൊടുക്കുക. അപ്പൊ അമ്മേന്റെ കുറെ ടൈപ്പ് സാരി ഉണ്ട്. അപ്പൊ സാരിയൊക്കെ കൊടുക്കണം തോന്നിയാലും എടുത്ത് കൊടുക്കാം. പിന്നെ ബ്ലൗസ് ആണെങ്കിലും ഇത് അമ്മേന്റെ ബ്ലൗസാ, കുറച്ച് ലൂസ് ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുകയും ചെയ്യും. പിന്നെ എനിക്ക് വേണ്ട ആവശ്യമില്ല. സോ ഇപ്രാവശ്യം അങ്ങനെയൊക്കെ ഒന്ന് ഓണം അങ്ങനെ ഇങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓണക്കോടി ഓണം എന്നൊന്നും പറഞ്ഞ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചത്. അപ്പോൾ ഏതോ ഒരു ദിവസം എന്തോ വീഡിയോ ഇട്ട സമയത്ത് ഓണം വ്ലോഗ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കമൻസിന് റിപ്ലൈ കൊടുത്തു. ഞാനിങ്ങനെ ഓണം എന്ന് പറഞ്ഞ സെലിബ്രേഷൻ കൈൻഡ് ഓഫ് അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഓണം വൈബിനേക്കാളും ഞാൻ എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാണിച്ചു, കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എടുത്തു. ഇത്രയേ ചിലപ്പോൾ ഈ ഒരു വ്ലോഗ് ഉണ്ടാവുള്ളൂ. ബട്ട് ഇതാണ് റിയാലിറ്റി. സോ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എന്തായാലും ഒരു ഓണം വൈബ് ഓണം വ്ലോഗ് ആയിട്ടുണ്ട്. സോ ഞാനിത് ഇപ്പം തന്നെ എഡിറ്റ് ചെയ്യും. ഇന്ന് രാത്രി തന്നെ പോസ്റ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പം അഥവാ മനസ്സ് മാറിയിട്ട് വേണ്ട ഇത് പോസ്റ്റ് ചെയ്യേണ്ടെന്നൊക്കെ തോന്നിയാൽ നിങ്ങൾ ഈ വ്ലോഗ് കാണൂല. കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.